ഫാമിലി വണ്ണിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പപ്പയുടെയും മമ്മയുടെയും വെഡിങ് ആനിവേഴ്സറിയുടെ വീഡിയോസും കാര്യങ്ങളും നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും മിസ് ചെയ്യാണ്ട് പോയി കാണണം. അങ്ങനെ ഹസ്തോ കഫേയിൽ നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് നമ്മൾ തൊപ്പി വാപ്പ റെസ്റ്റോറൻറ്റിലാണ് പോയത്. നമ്മുടെ MG റോഡിലുള്ള തൊപ്പി വാപ്പ റെസ്റ്റോറൻറ്റ് മിക്കവർക്കും അറിയാൻ പറ്റുമായിരിക്കും. അവിടെ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. അപ്പം എന്ത് ഓർഡർ ചെയ്യണം എന്നറിയില്ലായിരുന്നു. ബിരിയാണിയിൽ സ്പെഷ്യലൈസ് ചെയ്ത ഷോപ്പാണെന്ന് അറിയായിരുന്നെങ്കിലും നമ്മൾ വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ട്രൈ ചെയ്യണം എന്നാണ് വിചാരിച്ചത്. അപ്പം നമ്മൾ 4 ബിരിയാണി എടുത്താൽ ശരിയാവില്ലല്ലോ എന്ന് ഓർത്തപ്പോഴാണ് അവിടുത്തെ ചേട്ടൻ പറഞ്ഞത്, ഒരു ബിരിയാണി എടുത്തിട്ട് നിങ്ങളത് ടേസ്റ്റ് ചെയ്യുക, പിന്നെ വേറെ എന്തെങ്കിലും നോക്കാൻ പറഞ്ഞു. അപ്പം നമ്മൾ വിചാരിച്ചു ശരി അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. ആദ്യം നമ്മൾ ഒരു സ്വീറ്റ് ആൻഡ് കോൺ സൂപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. എപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ആണ് കേട്ടോ സ്വീറ്റ് ആൻഡ് കോൺ സൂപ്പ്, ചിക്കൻ സൂപ്പ്. അപ്പം അത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് ബട്ടർ ചിക്കനും പിന്നെ ബട്ടർ നാനും കൊത്തു പൊറോട്ടയുമായിരുന്നു. കൊത്തു പൊറോട്ടയല്ല, നൂൽ പൊറോട്ടയുമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ചുക്ക എന്നുള്ളൊരു സംഭവം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ രസം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ചുക്കയാണ് ഓർഡർ ചെയ്തെങ്കിലും നമുക്ക് കിട്ടിയത് മട്ടൻ ചുക്കയായിരുന്നു. അപ്പോൾ കഴിച്ചപ്പോഴും എനിക്ക് മനസ്സിലായില്ലായിരുന്നു മട്ടനാണോ ചിക്കനാണോ, നമ്മളത് നോക്കത്തില്ലല്ലോ. പക്ഷെ അപ്പോഴാണ് മമ്മ പറഞ്ഞത് ഇത് മട്ടനാണ് എന്നുള്ള കാര്യം. അപ്പോൾ അതങ്ങനെ ആദ്യമായിട്ടാട്ടോ നമ്മളൊരു സാധനം ഓർഡർ ചെയ്തിട്ട് വേറൊരു സാധനം വരുന്നത്. പക്ഷേ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പറയാനുള്ളത് ബട്ടർ ചിക്കൻ്റെ കാര്യമാണ്. ഞാനെൻ്റെ ലൈഫിൽ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള ബട്ടർ ചിക്കൻ കഴിച്ചിട്ടില്ല. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഒരിക്കലെങ്കിലും നിങ്ങൾ അവിടെ പോയിട്ട് ട്രൈ ചെയ്യണം. അവിടുത്തെ ബിരിയാണിനേക്കാൾ കൂടുതൽ എനിക്കിഷ്ടമായത് അവിടുത്തെ ബട്ടർ ചിക്കൻ ആയിരുന്നു. നമ്മുടെ മൈക്ക് കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്യുന്നത്. ഓൺ ദി സ്പോട്ടായിട്ടുള്ള വോയിസ് നമുക്ക് ഇടാൻ പറ്റാത്തതുകൊണ്ടാണേ. അങ്ങനെ നമ്മൾ വാങ്ങിയ ബാക്കിയുള്ള ഐറ്റംസ് എല്ലാം കഴിച്ചെങ്കിലും ബിരിയാണി കഴിക്കാനായിട്ട് നമുക്ക് പറ്റിയില്ല. അതിന് മുമ്പേ നമ്മളെ വയറ് ഫില്ലായി. സോ അത് കാരണം നമ്മൾ ബിരിയാണി പാഴ്സലാണ് ചെയ്തത്. സോ MG റോഡ് വഴി ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ തൊപ്പി വാപ്പ റെസ്റ്റോറൻറ്റ് ഒരിക്കലും മിസ് ചെയ്യരുത്. നല്ല സൂപ്പർ ഫുഡാണ്. ഓക്കെ, ബൈ.